ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയാണല്ലോ. അപ്പം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് അവധി ദിവസത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായാലോ. അവധി ദിവസമായതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം പതിയെ എന്നുള്ള ഒരു മട്ടാണ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലെ പാട്ടും കിളികളുടെ സൗണ്ടും ഒക്കെ കേട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാനൊരവസരം കിട്ടുന്നത് അവധി ദിവസങ്ങളിൽ മാത്രമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ കോളേജിൽ പോകാനുള്ള ഒരു തിരക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും ലഞ്ച് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് എവിടെ നിന്ന് സമയം കിട്ടാൻ. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പോയി പാലൊക്കെ എടുത്തിട്ട് വന്നു. ഇന്നെന്തോ നേരത്തെ കൊണ്ടുവന്നു പാല്. സാധാരണ 8 മണി കഴിയും പാല് കൊണ്ടുവരാൻ. അങ്ങനെ പാലൊക്കെ കൈയോടെ തന്നെ അങ്ങ് തിളപ്പിക്കാൻ വെച്ചു. മോന് ഇന്ന് രാവിലെ തന്നെ അങ്ങ് എഴുന്നേറ്റ്. സാധാരണ അവധി ദിവസങ്ങളിൽ അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു നേരമാകും. ഞാൻ പിന്നെ വിളിക്കാനൊന്നും പോകത്തില്ല. ഒരു ദിവസം കിട്ടുന്നതല്ലേ, ഉറങ്ങിക്കോട്ടെ എന്നങ്ങ് വിചാരിക്കും. ഇന്ന് അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നെന്തോ സിനിമയ്ക്ക് പോകാനെന്തോ പ്ലാനൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ എഴുന്നേറ്റത്. അല്ലെങ്കിൽ അവൻ ഈ സമയത്തൊന്നും എഴുന്നേൽക്കുന്നവനല്ല. അങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് മാറ്റിയതിന് ശേഷം പിന്നെ ചായ വെച്ചു. നമ്മുടെ കിച്ചണിലെത്തിയാൽ ആദ്യത്തെ പണിയെന്ന് പറയുന്നത് ചായ വയ്ക്കുക എന്നുള്ളതാണല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി എന്തും ഉള്ളൂ. ഇന്നലെ രാത്രിയിൽ ഇവിടെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഇന്ന് ചെടി നനയ്ക്കണ്ട, അത് ലാഭമായി. പൂക്കളിലെല്ലാം ഇങ്ങനെ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ പൂക്കൾക്ക് കുറച്ചുകൂടെ ഭംഗി കൂടിയതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ അത് കണ്ടപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇതിനൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഈ ചെടികളെയൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത മനസ്സിനൊരു സുഖമാണ്. അതിനകത്ത് എത്ര മുട്ടുകൾ വന്ന് എത്ര പൂക്കൾ വിടർന്ന് അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു പ്രത്യേക സുഖമാണ്. അങ്ങനെ ചെടികളെയൊക്കെ കണ്ടതിന് ശേഷം നേരെ കിച്ചണിലേക്ക് പോന്നു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയറും പപ്പടവുമാണ്. മോന് അത്ര ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അല്ല പുട്ട്. എങ്കിലും ഞാൻ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കും. വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതിൽ കുഴപ്പമില്ല അല്ലേ. എനിക്കാണെങ്കിൽ പുട്ടിനകത്താണ് നല്ലപോലെ തേങ്ങ ചേർത്ത് കഴിക്കാനാണ് ഇഷ്ടം. ഞാൻ പലതരം ബ്രാൻഡിൻ്റെ പുട്ടുപൊടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും പൊൻകതിറിൻ്റെ പുട്ടുപൊടി എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ സോഫ്റ്റൊക്കെ തന്നെയാണ്, എങ്കിലും കുറച്ചുകൂടി സോഫ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് പൊൻകതിർ. അതുകൊണ്ട് ഞാനിപ്പം പൊൻകതിർ മാത്രമേ മേടിക്കാറുള്ളൂ. അങ്ങനെ പുട്ടൊക്കെ ആവുന്ന നേരം കൊണ്ട് പപ്പടം കൂടി ഒന്ന് കാച്ചിയെടുത്തു. അങ്ങനെ ആവി പറക്കുന്ന പുട്ടും പയറും പപ്പടമൊക്കെ കൂട്ടി ഞാനും മോനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് സെൽഫ് കെയർ ആകാമെന്ന് വെച്ചു. അതിന് നമുക്ക് സമയം കണ്ടെത്തണ്ടേ. ആദ്യം തന്നെ കുറച്ച് റോസ്മേരി വാട്ടർ തിളപ്പിച്ചെടുത്ത് ഞാനിതുപോലെ ലീഫ് മേടിച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്നത് മേടിക്കത്തില്ല. ഇതാകുമ്പം നമ്മൾ 1 ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിക്കുക. അതിനകത്തേക്ക് 2 നുള്ള റോസ്മേരി ലീവ്സ് ഇട്ട് കൊടുത്ത് അത് തിളച്ച് നിറം മാറി ഒരു മണമൊക്കെ വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക. അതിന് ശേഷം തണുത്തതിന് ശേഷം ഇതുപോലൊരു ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാമല്ലോ. ഇതിപ്പോൾ ഒരാഴ്ചത്തേക്ക് കാണും. അങ്ങനെ അതൊക്കെ തിളപ്പിച്ച് വെച്ചതിന് ശേഷം ഞാൻ ഐബ്രോ ഒന്ന് ത്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ
പാർലറിൽ പോയി ഐബ്രോ ത്രെഡ് ചെയ്യാറില്ല, വല്ലപ്പോഴും പോയി ചെയ്യും. പിന്നെ എക്സ്ട്രാ കിളിച്ച് വരുന്നത് ഇതുപോലെ വീട്ടിൽ തന്നെ അടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നല്ലൊരു പ്രൊഡക്റ്റ്. ഞാനിപ്പോൾ ഒരു 8 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. എനിക്കൊരു നല്ല പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഏതാണ്ട് 500 ബിലോ ആയിരുന്നു അതിൻ്റെ റേറ്റ് വരുന്നത്. അതിനുശേഷം ഞാൻ ആ റോസ്മേരി വാട്ടറോട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. ഞാനിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം പിന്നെ എപ്പോഴാണോ കുളിക്കുന്നത് അപ്പോഴങ്ങ് വാഷ് ഔട്ട് ചെയ്ത് കളയുക ചെയ്യുന്നത്. അങ്ങനെ സെൽഫ് കെയർ ഒക്കെ കഴിഞ്ഞ് പിന്നെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പത്തിനുള്ള അരി കൂടി ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ടു. ഞാൻ അപ്പത്തിന് എപ്പോഴും അരയ്ക്കുമ്പോൾ ഒരു നുള്ള് ഉഴുന്നൂടെ ചേർക്കും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അപ്പത്തിനേക്കായി കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടും. നിങ്ങൾ ഉഴുന്ന് ചേർത്ത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതിനുശേഷം ഞാൻ പിന്നെ മീനൂടി ഒന്ന് വെട്ടിയെടുത്തു. ഇന്നലെ ഞാൻ മാർക്കറ്റിൽ പോയപ്പം 1/2 കിലോ മത്തി വാങ്ങിയിരുന്നു. ഞങ്ങളുടെ ഇവിടെ ഇതിനെ മത്തി എന്നാണ് പറയുന്നത്, ചിലയിടത്ത് ഇതിനെ ചാളയെന്ന് പറയും. ഇനി അതിനകത്തൊന്ന് കുറച്ചെടുത്ത് കറി വെക്കണം, ഒരു 3-4 എണ്ണം എടുത്ത് വറുക്കണം. ഇന്നലത്തെ ചോറും കപ്പ വേവിച്ചതും മോരും ഒക്കെ ഇരിപ്പുണ്ട്. ഇനി ഇതൊന്ന് കറിയാക്കണം, വറുക്കണം, അതേ ഉള്ള പണി. അങ്ങനെ മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി വെക്കാം. ആദ്യം തന്നെ അതിന് വേണ്ട മസാല തയ്യാറാക്കാം. ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 4-5 കൊച്ചുള്ളി എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ലോ ഫ്ലെയിമിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാം. ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 1 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തൊന്ന് ഇളക്കി ഉപ്പും കുടംപുളിയും ചേർത്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കുക. മീനും ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ മീനൊക്കെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി കഴിഞ്ഞ് ലാസ്റ്റ് 1 തണ്ട് കറിവേപ്പിലയും കൂടെ തൂവി നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം.
മീൻകറിയൊക്കെ റെഡിയായതിന് ശേഷം ഞാൻ മീനൂടി ഒന്ന് വറുത്തെടുത്തു. അങ്ങനെ നമ്മുടെ മീൻകറി നല്ല വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് കപ്പയും മീൻകറിയും. ഇത് കണ്ടപ്പോൾ എനിക്ക് അവനെയാണ് ഓർമ്മ വന്നത്. മീനൊക്കെ വറുക്കാൻ വെച്ചതിന് ശേഷം ഞാൻ പോയിട്ട് ഒരു വാഴയില കീറിക്കൊണ്ട് വന്നു. മീൻ കുറച്ച് മുട്ടയുണ്ടായിരുന്നു, അത് വാഴയിലയിൽ വെച്ചൊന്ന് പൊള്ളിച്ചെടുക്കാമെന്ന് കരുതി. മോന് സാധാരണ മസാല പുരട്ടി വറുക്കുന്നതിനൊക്കെ ഇഷ്ടം ഇങ്ങനെ വാഴയിലയിൽ വെച്ച് പൊള്ളിച്ചെടുക്കുന്നത്. അതുകൊണ്ട് അതങ്ങനെ തന്നെ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞ് സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ച് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയൊന്ന് കുളിക്കണം, ഫ്രഷ് ആവണം, അതിനുശേഷം ലഞ്ച് കഴിക്കണം. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ടും അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.